നമസ്കാരം. കൊച്ചി നഗരത്തിലെ പ്രധാന ജലാശയങ്ങളെല്ലാം തന്നെ അതീവ ഗുരുതരമായ മലിനീകരണത്തിന്റെ പിടിയിലാണെന്ന് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ കേരള മിഷൻ നടത്തിയ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട്. നഗരത്തിലെ ജലാശയങ്ങളിൽ വൻതോതിൽ ഈ കോളി ഉൾപ്പെടെയുള്ള അപകടകരമായ ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നേരിട്ടും തുടർച്ചയായും ജലാശയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതാണ് ഈ മാരകമായ അവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. മെയ്, ജൂൺ മാസങ്ങളിലായി കൊച്ചിയിലെ പ്രധാനപ്പെട്ട 6 കേന്ദ്രങ്ങളിൽ നിന്നാണ് പഠനത്തിനായി ജലസാമ്പിളുകൾ ശേഖരിച്ചത്. കാക്കനാട് ഫെറി ടെർമിനൽ, ആറാട്ടുകടവ് വാക്വേ, ചമ്പക്കര കനാൽ വ്യൂ പോയിന്റ്, തുതിയൂർ വെട്ടുവേലി ഫെറി, വൈറ്റില വാട്ടർ മെട്രോ, പോക്കാലി പാർക്ക് ബണ്ട് റോഡ് എന്നീ കേന്ദ്രങ്ങളിലെ വെള്ളമാണ് പഠനത്തിന് വിധേയമാക്കിയത്. ഈ 2 മാസങ്ങളിലായി ശേഖരിച്ച് പരിശോധനയ്ക്കയച്ച എല്ലാ സാമ്പിളുകളും മൈക്രോബയോളജിക്കൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടതായാണ് കണ്ടെത്തൽ. ഉദരസംബന്ധമായ കടുത്ത അസുഖങ്ങൾക്ക് കാരണമാകുന്ന ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം പരിശോധന നടത്തിയ എല്ലാ കേന്ദ്രങ്ങളിലെയും ജലസാമ്പിളുകളിൽ വലിയ തോതിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ തുതിയൂർ വെട്ടുവേലി ഫെറിയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളിൽ രക്തത്തിൽ അണുബാധയ്ക്ക് കാരണമാകുന്ന സ്ട്രെപ്റ്റോകോക്കി ബാക്ടീരിയയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ജലം വഴിയുണ്ടാകുന്ന രോഗങ്ങളുടെ വലിയൊരു ഭീഷണിയായാണ് നഗരവാസികൾക്ക് മുന്നിൽ ഉയർത്തുന്നത്. ബാക്ടീരിയകളുടെ സാന്നിധ്യത്തിന് പുറമെ ജലാശയങ്ങളിലെ വെള്ളത്തിന്റെ ഭൗതികവും രാസപരവുമായ ഗുണനിലവാരത്തിലും വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ചിലവന്നൂർ ബണ്ട് റോഡിന് സമീപമുള്ള പോക്കാലി പാർക്കിലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഖരമാലിന്യങ്ങളുടെ അളവ് അപകടകരമായ നിലയിലാണ്. മെയ് മാസത്തിൽ ഇവിടെ ഖരമാലിന്യങ്ങളുടെ അളവ് 10,316 mgl ആയിരുന്നുവെങ്കിൽ ജൂൺ മാസത്തിൽ ഇത് 3068 തുടരുകയാണ്. ക്ലോറൈഡിന്റെ അളവ് ഇവിടെ 1277.62 mgl രേഖപ്പെടുത്തുന്നതിനാൽ ഈ വെള്ളം ഗാർഹിക ആവശ്യങ്ങൾക്കോ വിനോദങ്ങൾക്കോ ഉപയോഗിക്കാൻ സാധിക്കില്ല. കാക്കനാട് ഫെറി ടെർമിനലിൽ നിന്നും ശേഖരിച്ച ജലത്തിന്റെ കലക്കൽ അനുവദനീയമായ പരിധിയേക്കാൾ 10 ഇരട്ടിയോളമാണ്. വെള്ളത്തിൽ വലിയ അളവിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട കണികകൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഔട്ട്ഡോർ ബാത്തിംഗ്, അതായത് തുറസായ സ്ഥലങ്ങളിലെ കുളി മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു ഫ്യൂച്ചർ കേരള മിഷൻ ഈ പഠനം നടത്തിയത്. NABL അംഗീകാരമുള്ള ലബോറട്ടറിയിലാണ് ജലസാമ്പിളുകളുടെ സുതാര്യമായ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയത്. ജെയിൻ സർവകലാശാലയിലെ സെന്റർ ഓഫ് റിസർച്ച് ഇൻ മറൈൻ സയൻസസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഭിജിത്ത് മുരളീധരന്റെ നേതൃത്വത്തിലാണ് ഈ ശാസ്ത്രീയ പഠനം നടന്നത്. വരും ദിവസങ്ങളിലും ഈ പരിശോധനകൾ തുടരുമെന്ന് ഫ്യൂച്ചർ കേരള മിഷൻ ചെയർപേഴ്സൺ പ്രൊഫസർ വേണു രാജാമണി അറിയിച്ചു. ജലാശയങ്ങളുടെ നിലവിലെ അവസ്ഥ അങ്ങേയറ്റം ആശങ്കാജനകമാണെന്നും ബന്ധപ്പെട്ട ഔദ്യോഗിക അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൊച്ചി നേരിടുന്ന കടുത്ത പാരിസ്ഥിതിക വെല്ലുവിളികൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ജെയിൻ യൂണിവേഴ്സിറ്റി മുന്നിലുണ്ടാകുമെന്ന് ചീഫ് ഫെസിലിറ്റേറ്റർ ഡോക്ടർ ടോം ജോസഫ് വ്യക്തമാക്കി. ഇതിനായി സർക്കാർ സംവിധാനങ്ങളുമായും നയരൂപീകരണ വിദഗ്ധരുമായും ചേർന്ന് പ്രവർത്തിക്കാനാണ് ഫ്യൂച്ചർ കേരള മിഷൻ ലക്ഷ്യമിടുന്നത്. GIS മാപ്പിംഗ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി സുതാര്യമായ രീതിയിൽ ഈ വിവരങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കാനും പദ്ധതിയുണ്ട്. അതേസമയം ദേശീയ ശുചിത്വ പട്ടികയിൽ നിലവിൽ 50ാം സ്ഥാനത്തുള്ള കൊച്ചി നഗരത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഫ്യൂച്ചർ കേരള മിഷൻ റിപ്പോർട്ടുകളേക്കാൾ ഭയാനകമാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മറ്റു കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട്.